സഹായിച്ചത്? മലക്കുകൾ വന്ന് വോട്ട് ചെയ്തതാ? ലീഗ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ? ആര് സഹായിച്ചു? ആരാന്ന് പറയടോ? ആര് സഹായിച്ചു? LDFന്റെ സഹായത്തോടുകൂടി ഡിവിഷൻ NDFന്റെ മെമ്പറായിരുന്ന ഇക്രാമുൽ ഹക്കിനെ ആ എടരിക്കോട് പഞ്ചായത്തിൽ പ്രസിഡന്റാക്കി വാഴിച്ചത് ഇവിടുത്തെ CPM അല്ലേ? ലീഗിന്റെ ഒരു റാത്തലിറച്ചിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതല്ലേ? കാവന്നൂരിലെ ഷൗക്കത്ത് എപ്പാടോ വൈസ് പ്രസിഡന്റായത്? കഴിഞ്ഞതിന് മുമ്പ് കാവന്നൂരിലെ CPM പഞ്ചായത്ത് ഭരിച്ചു ശ്രീധരൻ മാഷ്. അവിടുത്തെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റായപ്പോ അവിടുത്തെ വൈസ് പ്രസിഡന്റായി വന്ന ഷൗക്കത്ത് ആരായിരുന്നു? NDFന്റെ ഡിവിഷൻ കൗൺസിൽ മെമ്പറായിരുന്നില്ലേ? ആ ഷൗക്കത്തിനെ നിങ്ങൾ അവിടെ വാഴിച്ചില്ലേ? ഒറ്റപ്പാലത്തെ അവിടെയുള്ള നിങ്ങളുടെ ഒറ്റപ്പാലം റെയിൽവേ ഡിവിഷൻ CPM DYFI പ്രസിഡന്റ് ഷാജി അവിടുത്തെ ഡിവിഷനിലെ അവിടുത്തെ NDFന്റെ മെമ്പറല്ലേ? വിശദീകരിക്കാൻ കഴിയുമോ? ഇപ്പോഴുള്ള കാര്യമല്ലേ? എവിടെയൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, NDFന്റെ പിടിക്കപ്പെട്ട ഏതെങ്കിലും ഒരാൾ, ഈ തീവ്രവാദവുമായി പിടിക്കപ്പെട്ട ഏതെങ്കിലും ഒരാൾ, രാജ്യത്തെ ഒറ്റുകൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ട ഏതെങ്കിലും ഒരാൾ അഭിവന്ദനായ പാണക്കാട് തങ്ങളുടെ ഈ പച്ചക്കൊടിയുടെ തണലിൽ വളർന്നു വന്നതാണെന്ന് തെളിയിക്കാനോ ആരോപിക്കാനോ ഒരു ചാനലുകാരനും ഒരു പോലീസുകാരനും ഒരു മീഡിയക്കാരനും സാധിച്ചിട്ടില്ല. അറിയോങ്ങള്? ഒന്നുകിൽ പീഡിപ്പിക്കാരൻ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തട്ടും NDFകാരൻ, അല്ലെങ്കിൽ CPMകാരൻ അല്ലേ? ഈ അവസ്ഥ ഉണ്ടാക്കിയത് ആരാൻ? നിങ്ങൾ അവരെ സഹായിച്ചത്. NDF വളർന്നു വരുന്നത് മലപ്പുറത്തല്ല, കണ്ണൂരിലാണ്, കൊടുങ്ങല്ലൂരിലാണ്. അവിടെ മുസ്ലിം ലീഗിനാണോ ഏറ്റവും വലിയ സ്വാധീനം? CPM പറയണം. നിങ്ങളുടെ ഈട്ടില്ലങ്ങളിൽ എങ്ങനെയാ ഇവർ വളരുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതാ ഞങ്ങൾ പറയുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർക്ക് ആകാവുന്ന തരത്തിൽ, കഴിയാവുന്ന തരത്തിൽ, ഏതു സമയത്തും അവർ ഈ തരത്തിൽ കേരളത്തെ അപകടപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും. അതാ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഒരു കാലത്തും പങ്കില്ലെന്ന് മാത്രമല്ല, കഴിയാവുന്ന അവസരങ്ങളിലൊക്കെ 60 കൊല്ലവും തീവ്രവാദത്തെ ചെറുത്തവരാണ് ഞങ്ങൾ. എനിക്ക് എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, ഇവിടെ അധ്യക്ഷം വഹിച്ചയാൾ, സ്വാഗതം പറഞ്ഞ ചില വാക്കുകളുണ്ട് രക്ഷിതാക്കളോട്. ഫയാസിന്റെ ഉമ്മയുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്താ ഉമ്മ പറഞ്ഞത്? എനിക്കാ മകന്റെ മയ്യത്ത് വേണ്ട. അത് പറഞ്ഞപ്പോ അവർക്ക് രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് തന്റെ മകൻ ചെയ്തിരിക്കുന്ന മഹാപാതകോർത്ത് അവരത് പറഞ്ഞു. പക്ഷേ അവരുടെ നെഞ്ചു പടക്കുന്നുണ്ടായിരുന്നു സഹോദരന്മാർ. നമ്മളൊക്കെ വാപ്പാരാണ്. നമ്മളുടെയൊക്കെ ഉമ്മമാർ നമുക്കറിയാം, നമ്മളുടെയൊക്കെ ഭാര്യമാർ, നമ്മളുടെ മക്കൾ ഇല്ലേ? അവരെ നമ്മൾ എന്തിന്റെ പേരിൽ തള്ളിപ്പറയുമ്പോഴും ഹൃദയത്തിനകത്ത് ഒരു പൊട്ടലുണ്ടാകും. ഫയാസിന്റെ ഉമ്മ എന്റെ മകന്റെ ബോഡി വേണ്ട എന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിനകത്തിരുന്ന് മോനെ എന്ന് പറയുന്ന ഒരു കരച്ചിലുണ്ട്. അത് കേൾക്കണം നിങ്ങൾ. യൂത്ത് ലീഗ്, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ അനുജന്മാർ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. നാട്ടിനകത്ത്, വീട്ടിനകത്ത് ഈ ദുരന്തം വിതക്കുന്നവനെ നമ്മൾ കണ്ടറിയണം. അവരോട് ആക്ഷേപിക്കാനല്ല, അവരെ ഉപദേശിക്കണം. മക്കളാണെങ്കിൽ നിങ്ങൾ തിരുത്തണം, അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇസ്ലാമിന്റെ ശത്രുക്കളാക്കി അവരെ നമ്മൾ വളർത്തരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച സ്നേഹത്തിന്റെ മതത്തെ, കരുണയുടെ മതത്തെ, ആർദ്രതയുടെ മതത്തെ, സഹാനുഭൂതിയുടെ മതത്തെ, വിട്ടുവീഴ്ചയുടെ മതത്തെ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഒരു മതത്തെ അപകീർത്തിപ്പെടുത്താവുന്ന ഒന്നിലും നമ്മളുടെ മക്കളെ നമ്മൾ പോയി പെടുത്തരുത്. എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷയാണ്. മുസ്ലിം ലീഗ് ഏത് കാലവും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ നേരാണ്, ഈ സത്യമാണ്. അതിന് ഫലം നൽകാൻ നമുക്ക് കഴിയണം. കേരളത്തിലെ വർത്തമാന രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ പറയാൻ എന്റെ സുഹൃത്ത്, മനോഹരമായി പറയാൻ എന്റെ സുഹൃത്ത് സിദ്ദീഖ് അലി എന്റെ പിറകിലുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടണില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തിരിച്ചറിയണം. കേരളത്തിൽ ഇതൊക്കെ വന്നത് ഒരൊറ്റ കാരണം നിങ്ങൾ പരിശോധിച്ചോ. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അമിതമായ വോട്ടിന്റെ ദുരാഗ്രഹം കടന്നുപിടിച്ചതാണ്. അതിൽ മുഖ്യമായി CPM ആണ് സമീപകാലത്ത് അത് വരുത്തിയത്. CPM എന്ന് പറയുന്ന ഒരു സംഘടന, ഞാൻ പറയട്ടെ, ആശയപരമായി അവർ ഈ തീവ്രവാദത്തെയൊക്കെ വളർത്തുന്നു എന്ന് പറയുന്നതിനോട് സാമാന്യബോധമുള്ള ഒരു മലയാളിക്ക് വിശ്വസിക്കാനാവില്ല, ഉറപ്പാണ്. പക്ഷേ CPMന്റെ ചില നേതാക്കന്മാർ ഇന്ന് ആ സംഘടനയെ ആ വഴിക്ക് തിരിച്ചുവിടുന്നു എന്നതാണ് വസ്തുത. വർത്തമാന കേരളീയ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ, പരിരൂപപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നേതാക്കന്മാർക്ക്, AKജിക്ക്, അഭിവന്ദനായ EMSന്, അഭിവന്ദനായ നായനാർക്കൊക്കെ ഒരു പങ്കുല്ല എന്ന് പറയാൻ മാത്രമുള്ള വിദ്യാസുരന്മാരൊന്നുമല്ല ഞങ്ങൾ. പക്ഷെ ഇന്നത്തെ നേതൃത്വം എവിടെയാണ്? സഖാവ് പിണറായി വിജയന്റെ നേതൃത്വം എവിടെയാണ്? നിങ്ങൾ പറയണം. ആർത്തിപ്പണ്ടാരങ്ങളായ കുറെ മന്ത്രിമാരും അവരുടെ കുറെ സഖാക്കളുമായിട്ട് ആശയബന്ധമില്ലാതെ തകർത്തു കളഞ്ഞു CPMനെ. ഇല്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? നിങ്ങൾ പറയും, എവിടെയുള്ളത്? കേരളത്തിൽ CPMന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള സകല മേഖലകളിലും CPMനെ കൈവിട്ട് ആളുകൾ കുടിയൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാ അത് നന്നാവുക? നിങ്ങൾ അത്രയേറെ. ഈ അടുത്ത് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇപ്പൊ പറഞ്ഞു,
ആഭ്യന്തരമന്ത്രി ആരെയും കൂട്ടിയിട്ട് അമേരിക്കക്ക് പോയത് നമ്മൾ ആലോചിച്ച് നോക്ക്. അയാളുടെ ഭാര്യനെയും കൂട്ടിയിട്ടാണ്. ഏതാണ് ഭാര്യ നമ്മൾ കണ്ടതാണ്. സ്വന്തം മോന്റെ കല്യാണത്തിന്റെ അന്നേ പോളിറ്റ് ബ്യൂറോയുടെ ഭാര്യ എടുത്ത സാരിന്റെ വില 1.5 ലക്ഷം ഉറുപ്പിയാണ്. 1.5 ലക്ഷം ഉറുപ്പിയ ചെറിയ വിലയാണ്. ഒരു ഡയമണ്ട് സെറ്റേ ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 9 ലക്ഷം ഉറുപ്പിയാണ് ഡയമണ്ട് സെറ്റ്. ആ ഭാര്യനെയും കൂട്ടി അമേരിക്ക അല്ലെങ്കിൽ തന്നെ ആ സാധുക്കൾക്ക് ദാരിദ്ര്യപ്പം. അമേരിക്കൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അമേരിക്കനെ മൊത്തം ഊറ്റിക്കുടിച്ചു കേരളത്തിൽ വന്നിറങ്ങിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവര് ഇങ്ങനെ അഴിമതിക്കാരായ മന്ത്രിമാരൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. പലപ്പോഴും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭാര്യയും മക്കളും ചേർന്നിട്ട് കേരളത്തെ കൊള്ളയടിക്കുന്ന ആദ്യത്തെ മന്ത്രിസഭ എന്ന് പറയുന്നത് ഈ മന്ത്രിസഭയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ഗൾഫിൽ നിന്ന് വന്ന ഒരു വലിയ ഒരു ധനാഢ്യനായ ഒരാളുമായിട്ട് ഇങ്ങനെ നമ്മളൊക്കെ ഒരു സുഹൃത്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഫോൺ വരുന്നത്. അദ്ദേഹം പറഞ്ഞു ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ നിന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുത്തു. അതെ ആയിക്കോട്ടെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കുറെ പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പൊ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു എത്രയൊക്കെ ചോദിച്ചു. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞില്ല. അതങ്ങനെ ഒരു അതൊക്കെ ഷാജി പറയാൻ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ ഉരുണ്ടു. വേറൊരു സന്ദർഭത്തിൽ കോഴിക്കോട് നിന്ന് ഇതുപോലെ തന്നെ വേറൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതുപോലൊരു ഫോൺ വരികയാണ്. ഫോൺ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു തരാം എത്തിക്കാം, ഞാൻ അവിടെ എത്തിക്കാം. അതൊക്കെ കഴിഞ്ഞപ്പോ പറഞ്ഞു ഇന്ന മന്ത്രിയുടെ ഭാര്യയാണ് വിളിച്ചത്, വീട്ടിൽ നിന്നാ വിളിക്കണത്. അപ്പൊ എന്താണ് എന്നിട്ട് എന്നോട് പറയുന്നു പണ്ടാരത്തിന്റെ ആർത്തി തീരൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കൊടുത്താലും ആർത്തി തീരൂല. സ്വഭാര്യന്മാര് റോട്ടുമ്മലിറങ്ങി പിരിവ് നടത്തുന്ന ഒരു മന്ത്രിസഭയിലെ അംഗങ്ങളായി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും മറ്റു സഖാക്കളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ദുരമൂത്ത 4 മന്ത്രിമാരുണ്ട്. ഒന്ന് നമ്മളുടെ ആഭ്യന്തരമന്ത്രിയാണ്, മറ്റൊന്ന് തോമസ് ഐസക് എന്ന് പറയുന്ന മുടിയനായ കാട്ടുകള്ളനാണ്, മറ്റൊന്ന് കരീം എന്ന് പറയുന്ന ആസൂത്രിത അഴിമതിക്കാരനാണ്, മറ്റൊന്ന് നമ്മളുടെ ശ്രീമതി ടീച്ചർ. മൊത്തം വിറ്റുകൊണ്ടിരിക്കുകയാണ്, വിറ്റ് തീർത്തോണ്ടിരിക്കുകയാണ്. എന്താ ഉള്ളത്? ആഭ്യന്തര വകുപ്പാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ടൂറിസ്റ്റുകളെ നോക്കിയിട്ടാണ് ആഭ്യന്തരമന്ത്രി പോയത്. ടെററിസ്റ്റുകളെ കൊണ്ട് നമുക്ക് നാട്ടിൽ നിന്നൂടാ. ആലോചിച്ച് നോക്ക്. എന്നിട്ടോ കരുത്തനായ മന്ത്രിയുടെ കയ്യിൽ ആഭ്യന്തരം ഏൽപ്പിച്ചു. ആര്? പാലളി മമ്മൂട്ടി, നിച്ചെടുക്കാൻ വയ്യാത്ത സാധു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മൂപ്പര കയ്യിലാ കൊടുത്തത്. അച്യുതാനന്ദന് അതൊന്ന് തൊടാനുള്ള ഭാഗ്യങ്ങൾ ഇല്ലാത്തപ്പോഴും കൊടുത്തൂടെ സഹോദരന്മാരെ? കൊടുത്തില്ല. അമേരിക്ക പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ മൂപ്പര് തന്നില്ലെങ്കിലോ എന്നുള്ള ഭയമുള്ളത് കൊണ്ട് മൂപ്പര് കൊടുത്തില്ല. പാലളിലോടായ എങ്ങനെയും പിടിച്ചു വാങ്ങാലോ, ആരോഗ്യം വെച്ചെങ്കിലും വാങ്ങാം. അതുകൊണ്ട് മൂപ്പർക്ക് കൊടുത്തേപ്പിച്ചു പോയി. ആ സാധുവിന്റെ വിളിച്ചിട്ട് പറയാണ് ഏത് ടെററിസ്റ്റുകൾ എപ്പോ പോയി, ആര് വന്നു, എടുക്ക് പോയി, എയില വന്നു, അങ്ങനൊന്നും ആരും കാണാണ്ടായിട്ടില്ല. ഇവിടുന്ന് ഒരൊറ്റ ആളെ കാണാണ്ടായിട്ടുള്ളൂ. പേര് കോടിയേരി ബാലകൃഷ്ണനാണ്. മൂപ്പരാ പോയതെന്നാണ്. മൂപ്പര് മാത്രം ഇവിടെ കേരളത്തിൽ നിന്ന് കാണാണ്ടായിട്ടുള്ളൂ, വേറെ ആരും ഇല്ല എന്നാണ്. ആരാ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDF-നെ, PDP-യെ, ജമാഅത്തെ ഇസ്ലാമിയെ, AP അബൂബക്കർ മുസ്ലിയാരെ തങ്ങളുടെ കൂടെ ചേർക്കാൻ CPM നിയോഗിച്ചത് പാലളി മുഹമ്മദ് കുട്ടിയാണ്, TK ഹംസയാണ്, ഈ കോടിയേരി ബാലകൃഷ്ണനെയാണ്. ഇല്ലേ? ഈ 3 പേരാണ് കേരളം കണ്ടിട്ടുള്ള ഈ കടുത്ത അപരാധത്തിന്റെ കാരണക്കാരായി തെളിയിക്കാവുന്ന 3 പേർ. അവരുടെ കയ്യിൽ തന്നെ ആഭ്യന്തരം, അവരുടെ കയ്യിൽ തന്നെ ഏതു കേസാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു കേസ് സമീപകാലത്ത് കേരളക്കരയിൽ തെളിയിക്കപ്പെട്ടോ? ഏതെങ്കിലും ഒരു കേസ്? ഒന്നുമില്ല. ആദ്യം വന്നിട്ട് നമുക്കറിയാം, ഒരു ഗുരുവായൂരിലെ ഒരു തന്ത്രി വന്നു, വലിയ സംഭവമായി, പിടിച്ചു, ഇതാ പിടിച്ചു. തന്ത്രി ഇപ്പോഴും പൂജ നടത്തി ജീവിക്കാണ്, ആരെയും പിടിച്ചില്ല. തന്ത്രി പോയി. കാരണം നോക്കുമ്പോ മന്ത്രിന്റെ മോന്, മന്ത്രിന്റെ കുടുംബം, എല്ലാവർക്കും ബന്ധം. തന്ത്രിയെ വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതാ സന്തോഷ് മാധവൻ വരുന്നു, വലിയ സംഭവമാണ്. അങ്ങനെ സന്തോഷ് മാധവൻ ഒരു ദിവസം മാതൃഭൂമി പത്രം 2000 കോടി രൂപയുടെ